SSLC, ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. നമസ്കാരം, ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. സ്വാഗതം. ഭക്ഷ്യക്കിറ്റ് വിവാദത്തിൽ നേതാക്കളുടെ വാക്പോര് തുടരുന്നു. ജനങ്ങൾക്ക് കിറ്റ് നൽകുന്നത് സർക്കാരിന്റെ മേന്മയല്ല, കടമയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കിറ്റ് വിതരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാരോപിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷം പ്രതികാരപക്ഷമാകരുത് എന്നും കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷമായി തന്നെ നിൽക്കണം, അതൊരു പ്രതികാരപക്ഷമാകരുത്. മെയ് മാസത്തെ പെൻഷൻ മുൻകൂട്ടി നൽകുന്നു എന്ന ആരോപണം ഉയർത്തുക വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാനും അതുവഴി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം തടസ്സപ്പെടുത്താനുമല്ലേ തയ്യാറായത്. മുഖ്യമന്ത്രി അന്നം മുടക്കി വിജയനെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കിറ്റ് കൊടുത്ത് വോട്ട് നേടാം എന്നത് വ്യാമോഹമാണെന്നും അത് ജനം തിരിച്ചറിയുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇപ്പോൾ അരിയായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് എന്താ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കൊടുക്കട്ടെ. 6-8 മാസക്കാലം അരി പൂർത്തി വെച്ചിട്ട് ആ അരി ഇപ്പം തെരഞ്ഞെടുപ്പ് സമയത്ത് എടുത്തു കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അന്നം മുടക്കി പിണറായി വിജയനാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ഈ അന്നം മുടക്കിയെ ജനങ്ങൾ ശരിയായ നിലയിൽ വിലയിരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കിറ്റ് കൊടുത്ത് വോട്ട് തട്ടാമോ എന്നാണ് ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നു. അന്നമുടക്കികൾ ആരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്നായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. കിറ്റ് വിതരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചതാണ് പ്രതിപക്ഷ നേതാവ് തടഞ്ഞതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇവര് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാറ്റിവെച്ചു. തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇത് മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. UDF ആയതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഈ അപാകത ഇലക്ഷൻ കമ്മീഷനെ ചൂണ്ടിക്കാണിച്ചു. ഇത് കിട്ടാതിരിക്കുകയൊന്നുമില്ല. ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്നത് ഒഴിവായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാർക്കും കിട്ടാതെ ഇവരായിരുന്നേ കിട്ടാതെയാക്കിയാണ്, മണ്ണ് വാരി ഇട്ട് കിട്ടുകതന്നെ. അന്യന്റെ ചട്ടിയിൽ നിന്ന് അന്നം കൈയിട്ട് വാരുന്നവരെ തുറന്നു കാട്ടുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തതെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും അഭിപ്രായപ്പെട്ടു. അന്യന്റെ ചട്ടിയിൽ ആഹാരം വാരുന്നവരെ അദ്ദേഹം തുറന്നു കാട്ടാറുണ്ട്. അതല്ലാതെ അദ്ദേഹം ആരുടെയും അന്നം മുടക്കിയായിട്ട് എനിക്കറിയില്ല. കിറ്റ് വിതരണ വിവാദത്തിൽ പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ച് BJP MP സുരേഷ് ഗോപിയും ഇന്ന് രംഗത്ത് വന്നു. രമേശ് ചെന്നിത്തല നടത്തിയ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. സ്പ്രിംഗ്ലറിലും ചെന്നിത്തല മികച്ച ഇടപെടൽ നടത്തി. ഭക്ഷ്യകിറ്റ് തട്ടിപ്പാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു സ്പ്രിംഗ്ലറായാലും. സ്പ്രിംഗ്ലറിൽ വിഷയമില്ലെന്ന ശബരിമല വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി നിയമനിർമ്മാണം നടത്തുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. Regarding Sabarimala, I would like to say we will make legislation for the protection of traditions and practices of Sabarimala. That the alternative of UDF and LDF may be only BJP. And there is an excellent track record of good governance and development of the BJP government. മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ശബരിമല പ്രസ്താവന ഏതു സാഹചര്യത്തിലാണെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമല്ല. സുപ്രീം കോടതിയിൽ 9-അംഗ ബെഞ്ച് വിധി പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും സീതാറാം യെച്ചൂരി തിരുവനന്തപുരത്ത് പറഞ്ഞു. Sabarimala, there was one court verdict that in no other, that was given earlier. That court verdict has now gone up to a 9-member bench for a review. Not only a review, along with that, many other issues were posed before that. There is no controversy. Nobody can say anything about it. Till that verdict does not come, Sabarimala issue is not on the agenda. It is sub judice. So as minister, as the chief of the ministry, of the cabinet, the chief minister said that he is worked out from his minister why he said it and what he said. So let that come. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് മുന്നണി നിലപാടെന്ന് CPI നേതാവ് ആനി രാജ 24നോട് പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് അവ്യക്തതയില്ലെന്നും ആനി രാജ കൂട്ടിച്ചേർത്തു.
ഇടതുപക്ഷ മുന്നണിയുടെ ആ നിലപാടിൻ്റെ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി വിശദീകരിച്ച ഏറ്റവും അവസാനം വിശദീകരിച്ച നടപടി, ആ വിശദീകരണത്തിൽ നിന്നും വ്യത്യസ്തമായി എനിക്കൊന്നും പറയാനില്ല. കോൺഗ്രസിന് ലഭിക്കുന്ന ആത്മവിശ്വാസം അത് BJP-യിൽ നിന്ന് അവർ സ്വീകരിക്കുന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ്. കാരണം എന്താണ്, ഈ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞാൽ ജനങ്ങളെല്ലാം അതിൽ അങ്ങ് മയങ്ങിപ്പോകും. അതുകൊണ്ട് അവരത് പറഞ്ഞാൽ വോട്ട് ലഭിക്കുമെന്നുള്ളൊരു അമിതമായ ആത്മവിശ്വാസമാണ് UDF-നുള്ളത്. അതേസമയം ആണിരാജയെ തള്ളി NCP സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരൻ രംഗത്തു വന്നു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസം സംരക്ഷിക്കുമെന്നാണ് LDF നിലപാട്. ഓരോ പാർട്ടികൾക്കും വ്യക്തികൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. LDF നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും NCP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ഓരോ ആൾക്കും ഓരോ പാർട്ടിക്കും ആക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ശബരിമല വിഷയത്തിൽ LDF-ന്റെ ഗവൺമെൻറ് അതിൻ്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാ വിഭാഗത്തിൻ്റെയും വിശ്വാസവും ആചാരങ്ങളെല്ലാം സംരക്ഷിക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് LDF-ന്റെ നയം. ആ നയം തീർച്ചയായിട്ടും നടപ്പിൽ. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പാർട്ടിയെടുത്ത നിലപാടിനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് 24 പറഞ്ഞു. ഒരു വ്യക്തിയോ പ്രസ്ഥാനമോ ഇടപെട്ടല്ല സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചത്. സുപ്രീം കോടതി വിധി മാത്രമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പാക്കിയത്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ LDF-നെ ഒരു രീതിയിലും ബാധിക്കില്ല എന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. As far as I am concerned, as far as my party is concerned, the entire Sabrimala issue was not raised by the LDF or the CPIM. It is before the court. So there is no question now of any of us saying, we have to wait what the court says. കേന്ദ്ര ഏജൻസികൾക്കെതിരെ കേരള സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖം രക്ഷിക്കാനുള്ള നീക്കമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ പിടിയിലായതോടെ സർക്കാരിന് മുന്നിൽ മറ്റു വഴിയില്ലാതായെന്നും അമിത്ഷാ ആരോപിച്ചു. इसके अलावा वो क्या कर सकते फेस सेविंग के लिए? गोल्ड स्कैम में उनके प्रिंसिपल सेक्रेटरी पकड़े जाने के बाद उनके पास और कोई चारा ही नहीं है. तो बहुत नेचुरल रिएक्शन है. मुझे इसमें आश्चर्य नहीं हो रहा है. ये फेस सेविंग की कोरी एक्सरसाइज है. ഇഡിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ നടപടി ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് ഉടൻ നടപ്പിലാക്കും. കേരളത്തിൽ തീവ്രവാദ കേസുകൾ വർദ്ധിച്ചു വരുന്നത് ഗൗരവത്തോടെ കാണുന്നെന്നും കേരളത്തിലെ രാഷ്ട്രീയ ബദൽ BJP ആണെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. मुझे यह जानकारी प्राप्त हुई है कि गोल्ड स्मगलिंग स्कैम में ED के द्वारा जो इन्वेस्टिगेशन हो रही है उसके खिलाफ जुडिशियल इंक्वायरी सेटअप करने का डिसीजन यहाँ की कैबिनेट ने लिया है. दिस इज वेरी अनफॉर्चुनेट. इट मीन्स दिस गवर्नमेंट इज चैलेंजिंग द फेडरल स्ट्रक्चर ऑफ द कॉन्स्टिट्यूशन. दिस इज 100% अनकॉन्स्टिट्यूशनल. രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്ത് വന്നു. ജുഡീഷ്യൽ അന്വേഷണം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമല്ല. രാജ്നാഥ് സിംഗ് ഭരണഘടന വായിക്കണമെന്നും സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. Honorable Defense Minister must reread the Constitution. That's all I can say. No central agency can interfere or work in any state without the concurrence of the state concerned. And if the state concerned is not willing to give that concurrence, then it has to get a judicial intervention. It cannot be a direct intervention like what they are doing. In fact, what is violative of the federal principles is what the central government is doing. ആഴക്കടൽ മത്സ്യബന്ധന കരാറിനെ കുറിച്ച് ആശങ്കയറിയിച്ച് ആലപ്പുഴ ലത്തീൻ അതിരൂപത. കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി ഗിരിരാജ് സിംഗും ആലപ്പുഴ ലത്തീൻ രൂപത ബിഷപ്പ് ജെയിംസ് ആനാപ്പറമ്പിലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ ആഴക്കടൽ മത്സ്യബന്ധന കരാറിലുള്ള ആശങ്ക പ്രകടിപ്പിച്ച് ലത്തീൻ കത്തോലിക്ക കൊല്ലം രൂപത ഇടയലേഖനം ഇറക്കിയിരുന്നു. ആശങ്ക ഞങ്ങൾ പങ്കുവച്ചു. അതിനെ അദ്ദേഹം വിശദീകരിക്കുവാൻ, അതുപോലെ തന്നെ ഈ സാധാരണ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളി പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം EMCCയുമായി സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രത്തിന് കേന്ദ്രാനുമതി ഇല്ലെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷകരമായ നടപടി ഉണ്ടാകില്ലെന്നും ഫിഷറീസ് മന്ത്രി വ്യക്തമാക്കി. राज्य सरकार किसी से अनुमति लेना चाहे, किसी से MOU करना चाहे, ये अधिकार भारत सरकार नहीं देगी मछुआरों के कॉस्ट पर. നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണനെതിരെ ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴി. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ദുരുദ്ദേശത്തോടെ ഫ്ളാറ്റിലേക്ക് വിളിച്ചെന്ന് സ്വപ്ന മൊഴി നൽകിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയ 2ാം ഘട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഫ്ളാറ്റിലേക്ക് തനിച്ചു പോകാൻ
താൻ വിസമ്മതിച്ചിരുന്നു. ഈ കാരണത്താൽ സ്പീക്കറും ശിവശങ്കറും അടങ്ങുന്ന സംഘം ഷാർജയിൽ ആരംഭിക്കാനിരുന്ന ഒമാൻ മിഡിൽ ഈസ്റ്റ് കോളേജിന്റെ ഷാർജയിലെ ചുമതലയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്നും സ്വപ്ന വെളിപ്പെടുത്തിയതായി ED റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ CM രവീന്ദ്രനും ദിനേശൻ പുത്തലത്തും അടങ്ങുന്ന ഒരു സംഘം ഉണ്ടായിരുന്നുവെന്നും സർക്കാർ പദ്ധതികൾ ടെൻഡറില്ലാതെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് നൽകിയതിലൂടെ ബിനാമി പേരുകളിൽ ഇവർ കൈക്കൂലി നേടിയെന്നും സ്വപ്ന വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർക്കെതിരെ ശക്തമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വാസ്തവത്തിൽ ഇതെല്ലാം വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മൊഴി ഇത്രയും കയ്യിൽ കിട്ടിയിട്ടും ED അന്വേഷണം നടത്താത്തത് എന്നാണ് എൻ്റെ ചോദ്യം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മറ്റുള്ളവരെ സംബന്ധിച്ചുമൊക്കെയുള്ള നിരവധി ഞെട്ടിപ്പിക്കുന്ന മൊഴികൾ വന്നിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകാത്തത്? എന്നാൽ മൊഴി എന്ന രൂപത്തിൽ എന്ത് തോന്നിയവാസവും എഴുതിപ്പിടിപ്പിക്കാമെന്ന തരത്തിൽ അന്വേഷണ ഏജൻസികൾ തരം താഴ്ന്നുവെന്നായിരുന്നു P. ശ്രീരാമകൃഷ്ണന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ അന്വേഷണ ഏജൻസികൾ കൊടുത്തുതന്ന മട്ടിൽ വ്യാജ പ്രചാരണങ്ങൾ പടച്ചുവിടുകയാണെന്നും സ്പീക്കർ പ്രതികരിച്ചു. മക്കൾ നീതി മയ്യത്തിന് CPIഎമ്മുമായി രാഷ്ട്രീയ ഐക്യമുണ്ടാക്കാൻ കഴിയാത്തത് സീതാറാം യെച്ചൂരിയുടെ മുൻവിധി കാരണമെന്ന് കമൽഹാസൻ നിരവധി തവണ ചർച്ചയ്ക്ക് ശ്രമിച്ചെന്നും തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ സീതാറാം യെച്ചൂരി വില കുറച്ചു കണ്ടുവെന്നും കമൽഹാസൻ 24നോട് പറഞ്ഞു. കേരളത്തിലെ പോലെയല്ല തമിഴ്നാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും പരസ്യമായി കോടികൾ വാങ്ങിയാണ് CPIഎം മുന്നണിയിൽ ചേർന്നതെന്നും കമൽഹാസൻ വ്യക്തമാക്കി. യെച്ചൂരി സാറിനെ വിളിച്ചിരുന്നു. ബട്ട് അവിടുന്ന് ദേ ഹാഡ് ഡിസൈഡഡ്, ഈവൻ കോൺഗ്രസ് വേർ കോളിംഗ് മീ. അതിന് ഞാൻ പറഞ്ഞ മറുപടി ബഹുമാനത്തോടു കൂടി പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് വരുന്നേക്കാളും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. ഡു നോട്ട് കൺസിഡർ മീ ചെറിയ പാർട്ടിയാണെന്ന് വിചാരിക്കേണ്ട. റൊട്ടിയും ബന്നും അല്ലാതെ വേറൊന്നും പ്രതീക്ഷിക്കാത്ത കോമ്രേഡ്സ് ഇങ്ങനെ ആയത് എനിക്ക് ഒരു വിഷമമുണ്ട്. തമിഴ്നാട്ടിലെ രണ്ടുപേരും തമ്മിൽ ഒരു 25 കോടിയാണ്, 25 എന്താണ് 25, അത് ഒരു ഫണ്ടിങ് ആണ്. എന്നാലും എനിക്കത് യോജിച്ചില്ല. കണ്ണൂരിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തപാൽ വോട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് പരാതി. UDF പോളിംഗ് ഏജന്റുമാരെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരും BLOയും ഉൾപ്പെടുന്നവർ തപാൽ വോട്ടിംഗ് നടത്തുന്നുവെന്നാണ് പരാതി. പേരാവൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട അയ്യങ്കുന്ന് പഞ്ചായത്തിലെ മുണ്ടയാംപറമ്പിൽ തപാൽ വോട്ട് ചെയ്യിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ സണ്ണി ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഞങ്ങൾക്ക് പരാതിയുണ്ട്. ഈ പ്രൊസീജിയർ ഞങ്ങൾക്ക് പരാതിയുണ്ട്. കേൾക്കാനുള്ള സാമാന്യ മര്യാദകൾ കാണിക്കണം. വോട്ടിംഗിനായി എത്തിയ സംഘത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർക്കും ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ക്യാമറാമാനും മാത്രമാണ് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരുന്നത്. മറ്റുള്ളവരുടെ തിരിച്ചറിയൽ കാർഡിൽ പേരോ ഫോട്ടോയോ ഉണ്ടായിരുന്നില്ല എന്നും UDF ആരോപിക്കുന്നു. ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അപ്പോൾ പോസ്റ്റൽ വോട്ടുകളിൽ, കള്ളവോട്ടുകളിൽ വിശ്വസിച്ച് തെരഞ്ഞെടുപ്പിനെ ജയിക്കാമെന്നാണ് CPM ധരിക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ജനാധിപത്യത്തെയും ജനഹിതത്തെയും അട്ടിമറിക്കുന്ന പരിപാടിയാണ് എന്നുള്ളതിന് സംശയമില്ല. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുന്നുവെന്ന് K. സുധാകരൻ MP ആരോപിച്ചു. CPIM ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ഉദ്യോഗസ്ഥരായി വനിതകളെയാണ് നിയോഗിക്കുന്നത്. പുരുഷന്മാർക്ക് പോലും എതിർക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ സ്ത്രീകൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും K. സുധാകരൻ ചോദിച്ചു. കള്ളവോട്ട് ചെയ്യിക്കാനും ചെയ്തിട്ടും പരിചയ സമ്പന്നതയുള്ള ഉദ്യോഗസ്ഥന്മാരെ, ഇടതുപക്ഷ അനുഭാവികളെ, കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിന്നവരെ ഇത്തവണ വീണ്ടും ഏറ്റവും ഒടുവിലായി ജില്ലാ കലക്ടർമാർ ഇറക്കിയ ഉദ്യോഗസ്ഥ ഡ്യൂട്ടി പട്ടികയിൽ അവരാണ് ഏറെയും ആളുകൾ എന്നതാണ് സത്യം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നിർവഹിക്കുന്നവരിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന 95% ഉദ്യോഗസ്ഥന്മാരും ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ടവരാണ്. CPM ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ, നമ്മുടെ ആന്തൂര്, നമ്മുടെ പയ്യന്നൂർ, നമ്മുടെ കല്യാശ്ശേരി, ഒക്കെ വനിതാ ഉദ്യോഗസ്ഥകളാണ്, പുരുഷ ഉദ്യോഗസ്ഥന്മാരില്ല. വടകരയിൽ UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി KK രമയുമായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. KK രമയെ കോൺഗ്രസും UDFും പിന്തുണയ്ക്കുന്നത് ഉപാധികളില്ലാതെയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. വടകരയിൽ ജയിക്കാമെന്നത് LDFന്റെ ദിവാസ്വപ്നം മാത്രമാണെന്നും നല്ല കമ്മ്യൂണിസ്റ്റുകാർ KK രമയ്ക്ക് വോട്ട് ചെയ്യുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കോൺഗ്രസുമായി തർക്കങ്ങളില്ലെന്നും RMP സ്വന്തം നിലപാട് സ്വീകരിക്കുമെന്നും KK രമ പ്രതികരിച്ചു. ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞില്ലേ, ഒരു പ്രശ്നം ഇപ്പം ഇല്ല. അത്ര ഒരു വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല, ഒരു പ്രശ്നമില്ല.
പുറത്തുനിന്നുള്ള പൂർണ്ണമായിട്ടും പുറത്തുനിന്നുള്ള പിന്തുണയാണ് UDF തന്നത്. നിലപാടുകളൊക്കെ ഓരോ സമയത്ത് എടുക്കുന്ന വിഷയത്തിനനുസരിച്ചാണല്ലോ, അത് ആ സമയത്ത് എടുക്കുന്ന അതിനനുസരിച്ച് നിലപാടുകൾ എടുക്കും. ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥി KNA ഖാദറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഖാദർ BJPയെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഗുരുവായൂരിൽ BJP സ്ഥാനാർത്ഥി ഇല്ലാതായത് യാദൃച്ഛികമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. BJPയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതായത് ഇതേ മണ്ഡലത്തിലാണ്. അതില്ലാതായത് വെറുതെ അങ്ങ് ഇല്ലാതായതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണ് എന്ന് വിചാരിക്കാൻ കുറച്ച് വിഷമമുണ്ട്. BJPയുടെ കൂടി പിന്തുണ വാങ്ങാൻ കഴിയുന്ന ചില പരസ്യ പ്രകടനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്ഥാനാർത്ഥിയായി ചെന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയെ കാണാൻ. ഗുരുവായൂരിൽ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് UDF BJP കൂട്ടുകെട്ടിന്റെ ഭാഗമായെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വിമർശിച്ചു. And can you expect a seat like Guruvayur, the BJP does not have a candidate? That's a seat, it is never not contested. But this time there is no candidate. What is the BJP going to do in seats where it would not put up a candidate? And it is very clear, the sort of deals that are likely in the making. It's happened in the past also. Vote of BJP and the UDF put together is less than the vote that the LDF polled. And that is going to be the pattern all across this state. ഹിന്ദു ഐക്യവേദി നേതാവ് ഇടതുപക്ഷത്തേക്ക് പാലക്കാട് ജില്ലാ രക്ഷാധികാരി G. രാമചന്ദ്രനാണ് സംഘടന വിട്ടത്. 2006 കൊല്ലങ്കോട് BJP സ്ഥാനാർത്ഥിയായിരുന്നു G. രാമചന്ദ്രൻ. പത്തുകുടി സമുദായത്തോടുള്ള വിവേചനത്തിനെതിരെയാണ് ഇടതുപക്ഷത്തേക്ക് പോകുന്നതെന്ന് G. രാമചന്ദ്രൻ വ്യക്തമാക്കി. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട സംശയം ദൂരീകരിക്കപ്പെടണമെന്ന് ജോസ് കെ മാണി. ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നതിൽ വ്യക്തത വേണം. ലവ് ജിഹാദ് ഉണ്ടെന്നോ ഇല്ലെന്നോ താൻ പറഞ്ഞിട്ടില്ല. അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. എൻ്റെ നിലപാടല്ല ചോദിച്ചത്, എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പറഞ്ഞു ഞാൻ ഉണ്ടെന്നോ, ഈ പറയുന്ന ലവ് ജിഹാദ് ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയം തീർക്കണം, അത്രയേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്നോട് ചോദിച്ചത് ഇങ്ങനെ സംശയങ്ങളുണ്ട്, ആ സംശയങ്ങൾ അതിന് എന്താണ് മറുപടി. അപ്പോൾ പറഞ്ഞു ഇത് ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ളതല്ല. പക്ഷേ എന്തെങ്കിലും സംശയങ്ങൾ സമൂഹത്തിനുണ്ടെങ്കിൽ അത് ആ സംശയങ്ങൾ അത് തീർപ്പാക്കണം, അല്ലെങ്കിൽ ആ സംശയങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിച്ച് നോക്കുക. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു. ക്രൈസ്തവ വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി. സത്യത്തെ പിന്തുണയ്ക്കുക എന്നതാണ് പുതിയ കാലത്ത് സഭയുടെ ദൗത്യമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓശാന ദിന സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. തൃശൂർ പൂരം ജനപങ്കാളിത്തത്തോടെ നടത്താൻ അനുമതി. കളക്ടറുടെ അധ്യക്ഷതയിൽ പൂരം സംഘാടക സമിതിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. എക്സിബിഷനിലും സന്ദർശകർക്ക് നിയന്ത്രണമുണ്ടാകില്ല. പൂരം എല്ലാ പ്രൗഢിയോടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും നടക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ 24-നോട് പറഞ്ഞു. ഈ തൃശ്ശൂർ പൂരത്തിന് ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ല. തൃശ്ശൂർ പൂരത്തിന് ഒരു തടസ്സമില്ല. തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഏത് കാലങ്ങളിൽ നടക്കുന്ന പോലെ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും ആചാരാനുഷ്ഠാനങ്ങളും ഒരു മുടക്കം കൂടാതെ നടത്താൻ ഞങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ടുള്ളതാണ്. തൃശ്ശൂർ പൂരം മുടക്കാൻ പോകുന്നു എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനരഹിതമായിട്ടൊരു വെറും ആരോപണം മാത്രമാണ്. ആരും അങ്ങനെ ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല. തൃശ്ശൂർ പൂരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു അതിൽ ആളുകളെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന് ഇപ്പോൾ ഗവൺമെൻറ് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. DMO ഒരു കത്ത് കൊടുത്തതാണ്. പിന്നെ ഇത് ഇത് ഇപ്പോൾ പുതിയ ഇതനുസരിച്ച് നടത്താൻ കഴിയില്ല എന്ന് നൽകി കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് പിൻവലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കത്ത് DMOൻ്റെ കത്ത് നിലനിൽക്കുന്ന കത്തല്ല. കാരണം ആ DMO അല്ല തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. പൂരം എക്സിബിഷന് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പൂരവും എക്സിബിഷനും ഉപേക്ഷിക്കുമെന്ന് സംഘാടക സമിതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രി VS സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ദേവസ്വം ബോർഡ് ഓഫീസിൽ യോഗം ചേർന്നത്. ആനകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അറിയിച്ചു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഇപ്പം തന്നെ ഇടപെട്ടുണ്ടായിരുന്നു. എന്നാൽ എപ്പോഴും ഞങ്ങളുടെ ഒപ്പമുണ്ട്. ഈ കാര്യത്തിലും ഉടനെ തന്നെ വേണ്ട നടപടികൾ ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡും വേണ്ട രീതിയിലുള്ള ഇടപെടൽ
നടത്തുകയുണ്ടായി. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷകരമാണ്. ആശയക്കുഴപ്പത്തിനിടയാക്കിയ DMOയുടെ കത്ത് പിൻവലിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. അതേസമയം തൃശൂർ പൂരം തടസ്സപ്പെടുത്താൻ നീക്കം നടക്കുന്നുവെന്നാരോപിച്ച് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ നാളെ സത്യഗ്രഹം അനുഷ്ഠിക്കും. ബംഗാളിലും അസമിലും BJP സർക്കാർ ഉണ്ടാക്കുമെന്ന് അമിത്ഷാ. ബംഗാളിൽ 200-ലേറെ സീറ്റുകളിൽ BJP വിജയിക്കും. ഇന്നലെ വോട്ടെടുപ്പ് നടന്ന 30 സീറ്റുകളിൽ 26 സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികൾ വിജയിക്കും. ഒരു അക്രമ സംഭവം പോലും ഇല്ലാതെയാണ് ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നതെന്നും അമിത്ഷാ ഡൽഹിയിൽ പറഞ്ഞു. बंगाल में हम 30 में से 26 सीट से ज्यादा भारतीय जनता पार्टी विजयी हो रही है. जहां तक आसाम का सवाल है, 47 में से 37 सीटों से ज्यादा 37 सीटों से ज्यादा भारतीय जनता पार्टी विजय प्राप्त करेगी. इसके साफ संकेत भारतीय जनता पार्टी की चुनावी मशीनरी से हमें मिले हैं. പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് മുൻവിധി വേണ്ടെന്ന് ലോക്സഭയിലെ കോൺഗ്രസിന്റെ സഭാ നേതാവ് അധീർ രഞ്ജൻ ചൌധരി തിരിച്ചടിച്ചു. ഇടത് കോൺഗ്രസ് സഖ്യം ബംഗാളിൽ അധികാരത്തിൽ വരും. അടിയൊഴുക്കുകൾ ബംഗാളിൽ ശക്തമാണ്. ബംഗാളിലെ ജനവിധി ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നും അധീർ രഞ്ജൻ ചൌധരി 24-നോട് പറഞ്ഞു. The third force, which includes left Congress and other secular forces, have been emerging as a force to be reckoned with by dashing all the vested interest campaigns organized here. So now the third force under the template of Sangyukta Morcha has been emerging as a formidable force which will be culminated in the formation of a new government which includes left, Congress and other secular forces. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കൾ NCPയിലേക്ക് എത്തുമെന്ന് പ്രഫുൽ പട്ടേൽ. കോൺഗ്രസിൽ ദീർഘകാലമായി പ്രവർത്തിച്ച PC ചാക്കോയ്ക്ക് പാർട്ടി അർഹമായ പരിഗണന നൽകിയില്ല. BJP CPIM ധാരണ എന്ന പേരിൽ LDFനെതിരെ നടക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സഖ്യം തുടരുമെന്നും പ്രഫുൽ പട്ടേൽ കൊച്ചിയിൽ പറഞ്ഞു. PC Chako is a very senior leader who has joined the NCP recently. He worked for many years in the Congress. He was not given fair treatment. The Congress did not show respect for such a senior leader. And I am telling you, I do not wish to take names, but there are many other senior Congress leaders. Wait for the election result on 2nd May, and after the LDF victory, you will see many more people, not only here but at the national level, may also be, wanting to be with Shri Sharad Pawar ji. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർത്തിയാവുന്നു. ശുഭരാത്രി.